നമസ്കാരം, എല്ലാവർക്കും ദിശ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം RPF എക്സാമിനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള റിവിഷൻ ക്ലാസ് ആണ്. അപ്പം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയമായിരിക്കും ഇപ്പം, കാരണം എക്സാം ഒക്കെ അടുത്തു. അത് നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കായിട്ട് ഡൗട്ടോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ടോപ്പിക്ക് കവർ ചെയ്യാൻ ബാക്കിയുണ്ടെന്നൊക്കെ തോന്നുവാണെങ്കിൽ നമ്മുടെ ദിശ ആർമി ചാനലിൽ റീസണിങ്ങിന്റെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ വാച്ച് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക്കിന് നിങ്ങൾ കവർ ചെയ്ത് പഠിക്കാനുണ്ടെങ്കിൽ അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്സാം അടുത്തുകൊണ്ട് നമ്മൾ റിവിഷൻ ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ RPF എക്സാമിന് ചോദിച്ചിട്ടുള്ളതിൽ പാടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ക്ലാസ് വാച്ച് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഈ എക്സാമിനുള്ളത്. എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യന് ഒരു നമ്പർ പെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. On the basis of the logic used in the first pair, select from the options that can replace question mark in the second pair. എന്താണെന്ന് മനസ്സിലായി? ഇവിടെ ഒരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ വരുന്ന രീതിയിൽ ഇപ്പുറത്ത് എന്താണ് വരുന്നതെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ, ഇങ്ങനെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ, നമ്പറായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ 72,000 ഒരു വലിയ നമ്പറാണ്. അപ്പൊ ഇങ്ങനെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ കൂടുതലും സാധ്യത എന്തായിരിക്കും? സം ഓഫ് ഡിജിറ്റ്സ് വെച്ചിട്ടായിരിക്കും. നിങ്ങൾ അങ്ങനെ ഒരു ബന്ധം വരുന്നുണ്ടോ ആദ്യം വേഗം നോക്കാം. അപ്പം ഈ ഡിജിറ്റുകളുടെ സം എടുത്താൽ എന്തായിരിക്കും? 9, 12, 13. സം 13 വരുന്നുണ്ട്. ഇനി ഈ 13 715 തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നോക്കിയേ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് സ്ക്വയർ ക്യൂബ് ആയിട്ടൊന്നും വരുന്നില്ല. അപ്പൊ ഇവിടെ ചുമ്മാ സം ഒന്ന് എടുത്ത് നോക്കിയേ. 7 + 1 8, 8 + 1 13. ഇവിടെ എന്താണ് സം വരുന്നത്? 13 ആണ്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടുത്തെ ബന്ധം എന്ന് പറയാം? സം ഓഫ് ഡിജിറ്റ്സ് സെയിം ആണെന്ന് പറയാം. ക്ലിയർ ആയി? അതായത് ഇവിടെ ഉള്ള നമ്പറിന്റെ ഡിജിറ്റിന്റെ സമ്മും ഇപ്പുറത്ത് വരുന്ന ഡിജിറ്റിന്റെ സമ്മും സെയിം ആണ്. അങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കാം. ഇവിടെ വരുന്ന സം എത്രയാണെന്ന് നോക്കാം. 3 + 1 4, 11, 9, 0. അപ്പൊ എത്ര വരും? 20 ആണ് ഇവിടുത്തെ സം വരുന്നത്. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ ഏത് നമ്പർ എടുത്താലാണ് സം 20 വരുന്നത്, അതാണ് നമ്മുടെ ആൻസർ. ഇപ്പൊ നോക്കി, ഫസ്റ്റ് ഓപ്ഷൻ നോക്കുമ്പോൾ 16 + 4 20 ആയില്ലേ? അപ്പൊ ഇത് തന്നെയാണ് ആൻസർ. വേണമെങ്കിൽ വേറെ ഓപ്ഷൻസ് ചുമ്മാ നോക്കാന്നാണ്. ഇവിടെ ആണെങ്കിൽ 16 23 വരും. ഇവിടെ ആണെങ്കിൽ 24 വരും. ഇവിടെ ആണെങ്കിൽ 22 വരും. അപ്പൊ എന്തായാലും വേറെ ഒരു ഓപ്ഷനിലും സം 20 വരുന്നില്ല. അപ്പൊ നമുക്ക് ഉറപ്പിക്കാം ഇത് തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ഒരു കോഡിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാം. നമ്മളിത് ചെയ്യുമ്പോൾ ABCD ഒക്കെ എഴുതും. ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ജഡ്ജ് എന്നുള്ളത് M X Y J H അങ്ങനെയാണെങ്കിൽ OUGHT ഇതെങ്ങനെയാണ് കോഡ് ചെയ്യുന്നത്? അപ്പൊ നമ്മൾ ചെയ്യുന്ന രീതി എങ്ങനെയാണ്? ആദ്യം നേരെ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ നോക്കും. ഇപ്പൊ J10 ആണ്, M13 ആണ്. അപ്പൊ +3. അടുത്ത UX എടുക്കുമ്പോൾ U21 X 24. അപ്പൊ അവിടെ എന്ത് തന്നെയാണ്? +3 തന്നെയാണ്. അപ്പൊ നമുക്ക് ഏകദേശം നേരെ തന്നെ റിലേഷൻസ് വരുന്നുണ്ട്, ഒരേപോലെ റിലേഷൻസ് വരുന്നുണ്ട്. അടുത്ത എടുക്കുമ്പോൾ D4 Y25 ആണ്. അപ്പൊ അവിടെ നിങ്ങൾ +21 എന്നുള്ള രീതിയിൽ എടുക്കരുത്. 20+21 എന്ന് പറയാം. പക്ഷേ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ അവർ തമ്മിലുള്ള കുറഞ്ഞ ദൂരമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവർ തമ്മിൽ കുറഞ്ഞ ദൂരം വരുമെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇങ്ങനെ പോകണം. മനസ്സിലായി? ഈ രീതിയിൽ പോകണം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൗണ്ട് ചെയ്ത് നോക്കുക. അവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് ഡയറക്റ്റ് പറയാൻ പറ്റത്തില്ല. കൗണ്ട് ചെയ്ത് നോക്കുക. കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ 1 2 3 4 5. അപ്പൊ 5 കൂടുതലല്ല, 5 കുറയുമാണ്. ക്ലിയർ ആയ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? -5 എന്ന് ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്ത് നോക്കിയാൽ G7 J10 ആണ്. അവിടെ വീണ്ടും എന്ത് വരും? +3 വരും. ഈ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 5ഉം 8ഉം അവിടെ എന്താണ്? +3. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. നടുക്ക് വരുന്ന ആള് മാത്രം എന്താണ്? ഡിഫറൻറ്റ് ആണ്. ബാക്കി ബാക്കി എല്ലാവരും എന്താണ്? +3 എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഇവിടെ കൊടുത്തു നോക്കിയാൽ മതി. ഇത് രണ്ടും +3. നടുക്ക് വരുന്ന ആള് മാത്രം -5, ബാക്കി +3. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ 2 +3 കിട്ടിയെന്ന് കരുതി എല്ലാം +3 ആണെന്ന് ഉറപ്പിക്കരുത്. ചിലപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് മാത്രം ഒരാൾ ഡിഫറെന്റ് ആയിട്ട് വരാം. അപ്പൊ നോക്കിയാൽ O+3 വരുമ്പോൾ 15ഉം 3ഉം 18. അപ്പൊ എന്ത് വരും? നമ്മുടെ ആൻസറിന്റെ ആദ്യത്തെ ലെറ്റർ 6 ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻ നോക്കിയാൽ എല്ലാത്തിന്റെ ആദ്യത്തെ ലെറ്റർ 6 ആണ്. അവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അടുത്ത U+3 21 + 3 24. അപ്പൊ അവിടെ വരും RX. അപ്പൊ RX അവിടെ വരെ നമുക്ക് എല്ലാ ഓപ്ഷനിലും സെയിം ആണ്. അടുത്ത് നോക്കിയാൽ G-5 7 - 5 എന്ന് പറയുമ്പോൾ 2 എന്ന് പറയുമ്പോൾ ആരാണ്? B അല്ലേ? അപ്പം ഇവിടെ വരുന്ന ആരാണ്? B ആണ്. അവിടെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് രണ്ടും വരത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാം.
ഇനിയുള്ള രണ്ട് ഓപ്ഷൻസ് നോക്കിയേ, RXB KV, RXB KW. ഈ രണ്ട് ഓപ്ഷനിൽ അടുത്ത എന്താണ്? കെ ആണ്. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അടുത്ത കെ വരും, അത് ഉറപ്പാണ്. ഈ ലാസ്റ്റ് ആളിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഏതാണ് ആൻസർ എന്ന് പറയാം. T+3, 20+3, 23, W ആണ് ലാസ്റ്റ് വരേണ്ടത്. അപ്പൊ ഈ രണ്ട് ഓപ്ഷനിൽ W അവസാനം വരുന്ന ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്, വലിയ പാടുള്ള ക്വസ്റ്റ്യൻ അല്ല. അടുത്തൊരു ഇൻഇക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് ഇൻഇക്വാളിറ്റിയുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അത് എന്റെ ക്ലാസ് ഒന്ന് വാച്ച് ചെയ്യുക. ഇവിടെ നമ്മൾ ഈ സൈനുകൾ റിസൾട്ടന്റ് എടുത്തിട്ടാണ് ആൻസർ. ഈ സ്റ്റേറ്റ്മെന്റിൽ കുറച്ച് കാര്യങ്ങൾ പറയും, കൺക്ലൂഷൻ ആയിട്ട് രണ്ട് കാര്യങ്ങൾ പറയും. ഇപ്പൊ കൺക്ലൂഷൻ ശരിയാണോ നോക്കണം, ശരിയാണോ നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇതിന്റെ റിസൾട്ടന്റ് എടുത്തിട്ട് ഇത് കറക്റ്റ് ആയിട്ട് വരുമോ ഇല്ലയോ എന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം പറഞ്ഞേക്കുന്ന ഐയും ടിയും തമ്മിലാണ്. അതാണ് ഐ ടി. ഈ ഐ മുതൽ ടിക്ക് അടക്കമുള്ള സൈനുകളുടെ റിസൾട്ടന്റ് എടുക്കുക. അപ്പൊ ഐ ഈക്വലും ഇതും കൂടെ ചേർന്നാൽ എന്താണ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, അതായത് ഇത് തന്നെ വരും. ഇനി ആ റിസൾട്ടന്റും ഈ ഗ്രേറ്റർ ദാൻ ചേർന്ന, അതായത് ഇവർ രണ്ടുകൂടെ ചേർന്ന എന്ത് വരും? ഗ്രേറ്റർ ദാൻ തന്നെയാണ് വരുന്നത്. അപ്പൊ ഐ ഗ്രേറ്റർ ദാൻ ടി എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് കിട്ടുന്ന കാര്യം. കൺക്ലൂഷനിൽ അത് തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്, കൺക്ലൂഷനിൽ അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ്? ശരിയാണ്. കാര്യം മനസ്സിലാവും. ഇനി ടിയും സിയും തമ്മിലാണ് അവർ അടുത്ത കൺക്ലൂഷൻ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യന്റെ രീതി അനുസരിച്ചാണ് സിന്ന് ടിയിലോട്ട് കണക്ട് ചെയ്യാം, അല്ലെങ്കിൽ ടിന്ന് സിയിലോട്ട് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾ സിന്ന് ടിയിലോട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെ നോക്കിയാൽ ഇവിടെ വരുമ്പോൾ ഈ ഗ്രേറ്റർ ദാനും ഇത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും. അപ്പൊ രണ്ട് ഓപ്പോസിറ്റ് സൈനുകൾ തമ്മിൽ ചേർന്നാൽ, അതായത് ലെസ് ദാനും ഗ്രേറ്റർ ദാനും തമ്മിൽ ചേർന്നാൽ അവിടെ നോ റിസൾട്ട് എന്നാണ് വരുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ സി കഴിഞ്ഞാൽ അടുത്ത രണ്ടെണ്ണം എടുക്കുമ്പോൾ തന്നെ എന്താണ്? രണ്ട് ഓപ്പോസിറ്റ് ആൾക്കാർ വന്നു കഴിയും. പിന്നെ നമ്മൾ ബാക്കി നോക്കിയിട്ട് കാര്യമില്ല. എവിടെങ്കിലും അവരടുത്ത് രണ്ട് ഓപ്പോസിറ്റ് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ റിസൾട്ട് വരില്ല എന്നാണ് ക്ലിയർ ആയത്. അപ്പൊ അങ്ങനെ ബാക്കി നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അപ്പം സിയും ടിയും തമ്മിൽ നോ റിസൾട്ട് എന്നാണ് വരുന്നത്. ഇത് നമ്മൾ തിരിച്ചെഴുതിയാലും എന്താണ്? നോ റിസൾട്ട് തന്നെയാണ്. അപ്പൊ എന്ത് പറയാം? രണ്ടാമത് തെറ്റാണെന്ന് പറയാം. ഓൺലി വൺ ഈസ് ലോജിക്കൽ എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അപ്പം ഇവിടെ അത് ഓപ്ഷൻ എ ആയിട്ട് വരും. ഓക്കെ, ഈ രീതിയിലാണ് ഇൻഇക്വാളിറ്റിയുടെ ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 6 ഫ്രണ്ട്സ് മഹേഷ്, നിഷ, ഒലിവർ, പ്രകാശ്, കാസിം ആൻഡ് രതീഷ് സിറ്റിംഗ് ടുവേർഡ്സ് എ സെന്റർ. അപ്പൊ നോക്കണം, ടുവേർഡ്സ് എ സെന്റർ ഇൻ ദ കോർണേഴ്സ് അറൌണ്ട് എ ഹെക്സഗണൽ ടേബിൾ. ഓക്കെ, ഇപ്പൊ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എത്ര സൈഡുള്ള ഷേപ്പാണ്? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡുള്ള ഷേപ്പാണ്. ഇപ്പൊ എന്ത് ചെയ്യുക? അവർ 6 സൈഡുള്ള ഷേപ്പ് വരയ്ക്കുക. അതിന്റെ കോർണറിലായിട്ടാണ് ആൾക്കാർ ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ 6 സൈഡുള്ള ഷേപ്പ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. അതെങ്ങനെ വരച്ചാലും ഇങ്ങനെയും വരയ്ക്കാം, അതേപോലെ ഇങ്ങനെയും വരയ്ക്കാം. ഇതിൽ ഏത് വരച്ചാലും കുഴപ്പമില്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ കോർണറിലാണ് ഇരിക്കുന്നത് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കോർണറിലാണ് ഇരിക്കുന്നത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? സൈഡിൽ കൊടുക്കരുത്, കോർണർ. അപ്പൊ ഇതാണ് കോർണർ, നിങ്ങൾക്ക് അറിയാം, ഇതാണ് കോർണർ. അപ്പൊ ഒരു ഹെക്സഗണിന് എത്ര കോർണർ ഉണ്ട്? 6 കോർണർ ഉണ്ട്. അപ്പൊ 6 പേര് തന്നെയല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അതിനകത്ത് നമുക്ക് സംശയം വരത്തില്ല, 6 പേര് തന്നെയാണ്. അപ്പൊ 1, 2, 3, 4, 5, 6 പേരെ ഇരുത്താനുള്ള രീതിയിൽ നമ്മൾ സ്പേസ് കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? അവർ പറയുന്ന അനുസരിച്ച് ഇപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ വരയ്ക്കണമെങ്കിൽ ഇങ്ങനെ വരും. ഇങ്ങനെ 6 പേരെ കൊടുക്കുക. ഇങ്ങനെ 6 പേരെ കൊടുത്തിട്ട് അതിനനുസരിച്ച് പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റുകൾ കൊടുത്തു പോവാം. അപ്പൊ ആദ്യം പറയുന്നത് എന്താണ്? നിഷ ഈ സിറ്റിംഗ് അറ്റ് ദി ഇമ്മീഡിയറ്റ് റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് മഹേഷ്. അപ്പൊ എന്താണ്? മഹേഷിന്റെ തൊട്ട് റൈറ്റ് സൈഡിലാണ് ആയിരിക്കുന്നത് നിഷ. അപ്പൊ റൈറ്റ് ലെഫ്റ്റും ഒക്കെ നമ്മൾ സർക്കുലർ സിറ്റിംഗ് ചെയ്യുന്ന പോലെ തന്നെ, അതുപോലെ തന്നെയാണ് റൈറ്റ് ലെഫ്റ്റും ഒക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയും മഹേഷിന്റെ റൈറ്റിലാണ് നിഷ ഇരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? മഹേഷിനെ നമുക്ക് ഇഷ്ടമുള്ളത് ഫിക്സ് ചെയ്യാം. ഞാനിവിടെ ഫിക്സ് ചെയ്യാണ്. മഹേഷിനെ അവിടെ ഫിക്സ് ചെയ്താൽ തൊട്ട് റൈറ്റ് ഇരിക്കുന്ന ആരാണ്? നിഷയാണ്. ഇനി ഒലിവർ ഈസ് നോട്ട് സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് നിഷ. എന്റെ അർത്ഥം എന്താണ്? നിഷയുടെ മുന്നിലല്ല ഒലിവർ ഇരിക്കുന്നത്. അപ്പൊ മുന്നിലല്ല എന്ന് ഉദ്ദേശിക്കുന്ന ഇവിടെ എന്താണ്? ഓപ്പോസിറ്റ് ഇരിക്കുന്നുള്ളതാണ് അവിടെ അവരതിന് അർത്ഥമാക്കുന്നത്. അതായത് ഇവർ സെന്ററിലേക്ക് നോക്കിയിരിക്കുകയാണ്. അപ്പം ഒരാളുടെ മുന്നിൽ ഒരാൾ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ നേരെ ഓപ്പോസിറ്റ് അല്ല ആളിരിക്കുന്നത്. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരാള് ഫേസ് ചെയ്യുന്ന ആരെയാണ്? അതായത് ഇവിടെ ഇരിക്കുന്ന ആളിനെയാണ്. അപ്പൊ അവർ തമ്മിലാണ് നേർക്ക് നേരെ വരുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നിഷയുടെ നേരെ ഒലിവർ വരത്തില്ല. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ഒലിവർ ഇരിക്കത്തില്ല എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നിങ്ങൾ ഇത് വരയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾ ഈ ആരോ വരയ്ക്കുമ്പോൾ ഈ ഇതിന് ഓപ്പോസിറ്റ് ആരാണെന്നൊരു സംശയം വരരുത്. അപ്പൊ അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്ക് വന്നാൽ നിങ്ങൾ നോക്കേണ്ട കാര്യമേ ഉള്ളൂ. ഈ ആളിന്റെ റൈറ്റിലോട്ട് എടുത്താലും ലെഫ്റ്റിലോട്ട് എടുത്താലും ആ ഓപ്പോസിറ്റ് വരുന്ന ആളിന്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരെ എണ്ണം സെയിം ആയിരിക്കും. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ നിശ്ചയം ഇവിടെ ഇരിക്കുന്ന ആളുമാണല്ലോ ഓപ്പോസിറ്റ് വരുന്നത്. അപ്പൊ നോക്കി ഇവർക്കിടയിലുള്ള ആൾക്കാർ
അതായത് നിഷയുടെ റൈറ്റ് എടുത്താൽ 2 പേര്, നിഷയുടെ ലെഫ്റ്റ് നോക്കിയാൽ 2 പേര്. അപ്പൊ അങ്ങനെ വരണം, മനസ്സിലായോ? അപ്പൊ ഈ ഇരിക്കുന്ന ആള് ഇയാളുടെ ഓപ്പോസിറ്റ് ആരാണെന്ന് വെച്ചാൽ എന്ത് വരും? ഇവിടെ ഇരിക്കുന്ന ആളായിരിക്കും വരുന്നത്. അപ്പൊ ആ ഒരു കാര്യത്തിൽ ഡൗട്ട് വരരുത്. അപ്പം നിഷയുടെ ഓപ്പോസിറ്റ് വരുന്ന ഇവിടെ ഇരിക്കുന്ന ആളാണ്, അവിടെ ഒലിവർ വരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി രതീഷ് ആൻഡ് പ്രകാശ് ആർ സിറ്റിംഗ് ഇൻ ദി കോർണർ ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് അതർ. ഓക്കെ, രതീഷും പ്രകാശും കോർണറിലാണ്, എല്ലാവരും കോർണറിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് അതർ എന്ന് പറയുമ്പോൾ എന്താണ്? അവര് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്, നേർക്ക് നേരെയാണ് ഇരിക്കുന്നത്. ഇൻ ഫ്രണ്ട് ഓഫ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ ഫേസ് ടു ഫേസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അവരെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അത് എഴുതി വെക്കണോ അതോ പ്ലേസ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നോക്കി, ഇത് പ്ലേസ് ചെയ്യാൻ പറ്റും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ഇവർ വരേണ്ടത്. രതീഷിന്റെ ഫേസ് ടു ഫേസ് ആയിട്ടാണ് പ്രകാശ് വരുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഫേസ് ടു ഫേസ് ആയിട്ട്, അതായത് ഒരു പെയറായിട്ട് വേക്കന്റ് ഉള്ളവരാണ്. നോക്കി, ഇതാണ് നമ്മുടെ ഇവർ 2 പേരും ഇവിടെ വന്നിട്ടില്ല. നോക്കിയാൽ മഹേഷ് ഓൾറെഡി ഇവിടെ വന്നു, പിന്നെ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റത്തില്ല. നിഷ ഇവിടെ വന്നപ്പോൾ ഇവിടെ കൊടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു പേരല്ല ബാക്കിയുള്ളൂ. ഏതൊക്കെയാണ്? അതെ, ഈ ഒരു പേരല്ല വാക്കുള്ളൂ, ഇതുമല്ല വാക്കായിട്ട് വരുള്ളൂ. ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു പേരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ അതേ വാക്കുള്ളൂ. അപ്പൊ അവിടെ 2 ഇടത്തായിട്ട് രതീഷും പ്രകാശും വരുത്തുള്ളൂ എന്ന് പറയാം. അപ്പൊ നമുക്ക് എവിടെ രതീഷ് വരും എവിടെ പ്രകാശ് വരും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. പക്ഷെ രതീഷോ പ്രകാശോ ആണ് ഇവിടെ വരുന്നതെന്നുള്ളത് ഉറപ്പാണ്. ക്ലിയർ ആണ്. ഇനി അത് ആരാണെന്ന് അറിയാനാണ് നമ്മുടെ അടുത്ത സ്റ്റേറ്റ്മെന്റ്, അത് ക്ലിയർ ആവും. എന്താണ്? മഹേഷ് ഈസ് നോട്ട് എ നെയ്ബർ ഓഫ് പ്രകാശ്. പ്രകാശിന്റെ നെയ്ബർ ആയിട്ട് മഹേഷ് വരുത്തില്ല. അതായത് മഹേഷിന്റെ അടുത്ത് പ്രകാശ് വരുത്തില്ല. അപ്പൊ നമുക്ക് അതിൽ എന്ത് മനസ്സിലാക്കാം? മഹേഷ് താണ്ടെ, മഹേഷിന്റെ ഒരു നെയ്ബർ ഇതാണ്, ഒരു നെയ്ബർ ഇതല്ലേ. അപ്പൊ ഇവിടെ പ്രകാശ് വരുത്തില്ല എന്ന് പറയുമ്പോൾ എന്താണ് എന്റെ അർത്ഥം? ഇവിടെ ഇരിക്കുന്ന ആരായിരിക്കും? രതീഷ് ആയിരിക്കും. മനസ്സിലായോ? ഇവിടെ പ്രകാശ് വരുത്തില്ല എന്ന് പറയുമ്പോൾ ഇവിടെ രതീഷ് ആയിരിക്കും. അപ്പൊ ഇവിടെ രതീഷ് ആണെങ്കിൽ ഇവിടെ പ്രകാശ് ആയിരിക്കും. ക്ലിയർ ആയോ? അപ്പൊ അങ്ങനെ നമുക്ക് അതിൽ നിന്ന് ഉറപ്പിക്കാം, രതീഷ് അവിടെ പ്രകാശ് ഇവിടെയാണെന്ന് ഉറപ്പിക്കാം. ഓക്കെ, അപ്പം ഇനി എന്താണ്? ഇനി സ്റ്റേറ്റ്മെന്റ് ഒന്നുമില്ല. ഇത് നമ്മൾ കൊടുക്കാൻ 2 പേര് വാക്കുണ്ട്. ഇവിടെ ആര് വരുത്തില്ല എന്നാണ് പറഞ്ഞത്? ഒലിവർ വരുത്തില്ല. അപ്പൊ പിന്നെ എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? ഇവിടെ ഒലിവർ വരും. ഇനി ഒരാളെ വാക്കുണ്ടല്ലോ, അതിന് പേര് പറയാത്ത ആളാണ് കാസിം. ആ കാസിമാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എല്ലാവരും ആയില്ലേ? ഇപ്പൊ കാസിമാണ് ഇവിടെ വരുന്നത്. ഇപ്പൊ എല്ലാവരും നമ്മൾ അറേഞ്ച് ചെയ്തു. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ മെനി പീപ്പിൾ ആർ സിറ്റിംഗ് ബിറ്റ്വീൻ മഹേഷ് ആൻഡ് കാസിം ഓൺ കൗണ്ടിങ് ഫ്രം ദി റൈറ്റ് ഓഫ് കാസിം. കാസിം ആണ്, കാസിമിനും മഹേഷിനും ഇടയ്ക്ക് എത്ര പേരുണ്ട്? അതെങ്ങനെ എണ്ണുമ്പോഴാണ്? കൗണ്ടിങ് ദി റൈറ്റ് ഓഫ് കാസിം. കാസിമിന്റെ റൈറ്റ് എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. ഇങ്ങനെ എണ്ണുമ്പോൾ മഹേഷിനും കാസിമിനും ഇടയ്ക്ക് എത്ര പേരുണ്ട്? ഒരാളല്ല ഉള്ളത്, രതീഷ് മാത്രമല്ല ഉള്ളത്. അപ്പോൾ 1 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വരുന്നു. അപ്പൊ ഈ രീതിയിലാണ് സീറ്റിംഗ് അറേഞ്ച്മെന്റിന്റെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ഏത് ഷേപ്പ് ആണോ പറയുന്നത് അതിനനുസരിച്ച് വരയ്ക്കുക, എന്നിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന രീതിയിൽ അറേഞ്ച് ചെയ്യുക. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. Put the option in the place of question mark which follows the argument applied to the first pair. അപ്പൊ എന്താണ്? ഇവിടെ എങ്ങനെയാണോ ഇവർ തമ്മിൽ റിലേഷൻ വരുന്നത് അതേപോലെ സിക്ക് വരുന്ന ആരാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം ഇവിടെ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. അത് കണ്ടിട്ട് നിങ്ങൾ 2 ആൽഫബറ്റ് വരുമെന്ന് വിചാരിക്കേണ്ട. ഒരു ആൽഫബറ്റ് വരുത്തണം. ഓപ്ഷൻ എല്ലാം ഒരു ആൽഫബറ്റ് എല്ലാം ഉള്ളത്. ഓക്കെ, എച്ചിന് പകരം എസ് വന്നു. ഓക്കെ, എച്ചിന് പകരം എസ് വന്നെങ്കിൽ എച്ച് എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. അപ്പൊ നിങ്ങൾ ഇത് നോക്കുമ്പോൾ എച്ച് എസ് നോക്കുമ്പോൾ ഇത് ഓപ്പോസിറ്റ് ആണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഓപ്പോസിറ്റ് ആണെന്നൊരു തോന്നൽ വരാം. പക്ഷേ സിയുടെ ഓപ്പോസിറ്റ് ആരാണ്? സിയുടെ ഓപ്പോസിറ്റ് എക്സ് അല്ലേ? അപ്പൊ എക്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഓപ്പോസിറ്റ് എന്നുള്ള കൺസെപ്റ്റ് അല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? നോർമലി ആഡ് ചെയ്യുന്ന രീതി നോക്കിക്കഴിഞ്ഞാൽ 8, 19 ഇപ്പൊ എത്രയാണ്? 11 കൂടിയിരിക്കുകയാണ്. അപ്പൊ അതേ രീതിയിൽ സിയുടെ കൂടെ നമ്മൾ 11 കൂട്ടി എത്ര വരും? 11 3 എത്രയാണ്? 14 ആണ്. 14 എന്ന് പറയുന്നത് ആരാണ്? എൻ ആണ്. ഈ എൻ നമ്മുടെ ഓപ്ഷനെ ഉണ്ട്, അതുകൊണ്ട് എൻ ആണ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ? ഓപ്പോസിറ്റ് എന്നുള്ളത് വരാം, പക്ഷെ നമുക്ക് ഓപ്ഷനിൽ എക്സ് എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ആ രീതിയിൽ അല്ലാന്ന് മനസ്സിലാക്കണം. അപ്പം അല്ലാത്ത രീതി നോക്കുമ്പോൾ എൻ എന്നുള്ളതാണ് വരും. അടുത്ത ദിവസം നോക്കാം. വീണ്ടും ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് ആണ്. ഇവിടെ 6 പേരാണ് ഇരിക്കുന്നത്. സിറ്റിംഗ് ഇൻ എ റോ ഫേസിംഗ് സൗത്ത്. അപ്പൊ സൗത്ത് ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ഒരു ലൈൻ വരയ്ക്കുന്നു. സൗത്ത് ഫേസിംഗ് എന്ന് പറയുമ്പോൾ 6 നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. 1 2 3 അങ്ങനെ 6 പേരെ എഴുതാനുള്ള രീതിയിൽ വരച്ചു. ഇനി എന്താണ്? എ ആൻഡ് എഫ് ആർ സിറ്റിംഗ് അറ്റ് എൻഡ് ഓഫ് ദി ലൈൻ. അപ്പൊ നിങ്ങൾ ആദ്യം ഒരു കാര്യം ചെയ്യുക, റൈറ്റ് എൻഡ് ലെഫ്റ്റ് എൻഡ് ഒന്ന് മാർക്ക് ചെയ്യുക. ഇപ്പൊ സൗത്തിലേക്ക് നോക്കിയിരിക്കുമ്പം ഇതാണ് റൈറ്റ് എൻഡ്, ഇതാണ് ലെഫ്റ്റ് എൻഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എ എഫ് എൻഡിലാണ്. അപ്പൊ എ എഫ് എൻഡിലാണെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ എ ഏത് എൻഡിലാണ് എഫ് ഏത് എൻഡിലാണ് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതിന്റെ അർത്ഥം എ അല്ലെങ്കിൽ എഫ്, എ അല്ലെങ്കിൽ എഫ്, ഇത് ഇങ്ങനെ വരത്തുള്ളൂ. എ എഫ് ഇവിടെ ആയിട്ട് വരും, അത് ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ജസ്റ്റ് കൊടുക്കാം. ഇനി അടുത്ത എന്താണ്? ബി ആൻഡ് ഡി ആർ സിറ്റിംഗ് ക്ലോസ് ടു ഈച്ച് അതർ ബട്ട് ദേ ആർ നെയ്ബേഴ്സ് ഓഫ് നെയ്തർ എ നോർ എഫ്. എന്നതിന്റെ അർത്ഥം ബിയും ഡിയും അടുത്തടുത്താണ്. ബിയും ഡിയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. പക്ഷെ അവര് എയുടെ നെയ്ബർ അല്ല, എഫിന്റെ നെയ്ബർ അല്ല.
അപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എ എഫും അറ്റത്ത് എൻഡിലായിട്ടാണ് വരുന്നത്. അപ്പൊ ബിയും ഡിയും അവിടെ അടുത്ത് വരത്തില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെയും ബിയും ഡിയും വരത്തില്ല, ഇവിടെയും ബിയും ഡിയും വരത്തില്ല. ഇതല്ലേ അർത്ഥം? ഇവിടെയും ബിയും ഡിയും വരത്തില്ല, ഇവിടെയും ബിയും ഡിയും വരത്തില്ല. അപ്പൊ പിന്നെ എവിടെയൊക്കെ വരൂ? പിന്നെ 2 സീറ്റല്ല ഉള്ളൂ. അതായത് ഈ 2 സീറ്റിലായിട്ടാണ് ബിയും ഡിയും വരുന്നത്, അത് ഉറപ്പാണ്. പക്ഷെ ബി എവിടെ വരും? ഡി എവിടെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ചെയ്ത പോലെ തന്നെ കണ്ട ബി ഓർ ഡി എന്ന് പറയാം, ബി ഓർ ഡി എന്ന് പറയാം. ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ ഡി, ഇങ്ങനെ പറയാം. ക്ലിയർ ആയ? അപ്പൊ ഇവിടെ രണ്ടിടത്തും ബിയും ഡിയും വരത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇനി എന്താണ് അടുത്ത പറഞ്ഞേക്കുന്നത്? സി വിച്ച് ഈസ് സിറ്റിംഗ് ഓൺ ദ റൈറ്റ് ഫോർത്ത് ഓഫ് എ. നമ്മൾ എ ഫിക്സ് ആക്കിയിട്ടില്ല. അപ്പൊ ഇത് വെച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോൾ വേറെ കാര്യം കിട്ടും. എന്താണ് ഈ പറഞ്ഞത്? എയുടെ റൈറ്റ്, ഇവിടെ റൈറ്റ് ഇങ്ങോട്ടല്ലേ, എയുടെ റൈറ്റില് നാലാമതെന്ന് പറയുമ്പോൾ അവർക്കിടയിൽ എത്ര പേരാണ്? അവർക്കിടയിൽ 3 പേര്. 3 പേര് കഴിഞ്ഞിട്ടാണ് സി വരുന്നത്. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയാണെങ്കിൽ എ ഏത് എൻഡിലായിരിക്കും വരുന്നത്? ഞാൻ എ ഈ എൻഡിലാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ എനിക്ക് ഇപ്പുറത്തോട്ട് സി എ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതിന്റെ അർത്ഥം എന്താണ്? എ ഇവിടെ വന്നാലേ എനിക്ക് സി എ കൊടുക്കാൻ പറ്റും. അതിന്റെ അർത്ഥം എ ഇവിടെ വരൂ. ഇപ്പൊ എ ഇവിടെ വരത്തുള്ളെങ്കിൽ എഫ് ഇവിടെ വരും. കാര്യം മനസ്സിലാകും? ഇപ്പൊ എ കഴിഞ്ഞിട്ട് റൈറ്റിലോട്ട് 1, 2, 3 പേര് കഴിഞ്ഞ് സി ഇവിടെ. അത് നമുക്ക് എന്ത് ചെയ്യാം? ഫിക്സ് ചെയ്യാം. ഓക്കെ. ഇനി കഴിഞ്ഞില്ല. സിറ്റിംഗ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. അത് ആരെ പറ്റിയാണ്? ഇത് എയെ പറ്റി അല്ല. ചിലർ അങ്ങനെ മനസ്സിലാക്കി കൊടുക്കുന്നത് അങ്ങനല്ല. നമ്മുടെ സെന്റൻസിന്റെ തുടക്കത്തിൽ കിടക്കുന്ന ആളെ പറ്റിയാണ്. സി വിച്ച് സിറ്റിംഗ്, എയുടെ റൈറ്റിൽ 4ാമതിരിക്കുന്ന സി തന്നെയാണ് സിറ്റിംഗ് ബിറ്റ്വീൻ എഫ് ആൻഡ് ഡി. ഓക്കെ. അപ്പൊ സിയുടെ കാര്യമാണ് പറയുന്നത്. സി എന്ന് പറഞ്ഞാൽ എഫിനും ഡിക്കും ഇടയ്ക്കാണ്. സിയുടെ ഒരിടത്ത് എഫ് വന്നു കഴിഞ്ഞാൽ അപ്പൊ ഡി എവിടെ ആയിരിക്കും? ഡി ഇവിടെ ആയിരിക്കും. ഓക്കെ. അപ്പൊ നേരത്തെ പറഞ്ഞു ഇവിടെ രണ്ടിടത്തുമായിട്ടാണ് ബിയും ഡിയും വരുന്നത്. അപ്പൊ ഇവിടെ ഡി വന്ന സ്ഥിതിക്ക് ഇവിടെ ആരായിരിക്കും? ഇവിടെ ബി ആയിരിക്കും. ക്ലിയർ ആണ്? അപ്പൊ അതും നമുക്ക് അതിന്റെ കൂടെ കൊടുത്തു പോവാം. ഇനിയൊന്നുമില്ല. ഒരാളെ വാക്കുണ്ട്, അതിന് പറയാത്ത ആരാണെന്ന് നോക്കാം. എ ബി സി ഡി ഇ ആണ് ഇനി വരാനുള്ള. ഇ അവിടെ കൊടുക്കും. ഫൈനൽ ക്വസ്റ്റ്യൻ. സിറ്റിംഗ് അറ്റ് ദി റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ബി. ബിയുടെ തൊട്ട് റൈറ്റ് ഇരിക്കുന്ന ആരാണ്? ബിയുടെ തൊട്ട് റൈറ്റ് ഇരിക്കുന്നത് ഡി ആണ്. അപ്പൊ റൈറ്റ് ലെഫ്റ്റ് മാറിപ്പോരുത്. റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് ആണ്. അപ്പൊ ബിയുടെ റൈറ്റ് ഇങ്ങോട്ടാണ് വരുന്നത്. ഡി ആണ്. ഓപ്ഷൻ ഡി, ഡി എന്നുള്ളത് തന്നെയാണ് ഫൈനൽ ആൻസർ. ഓക്കെ. അപ്പം ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് ഓരോ സ്റ്റേറ്റ്മെന്റുകൾ കൊടുക്കുക. ഫൈനൽ ആൻസർ എടുക്കുമ്പോഴും തെറ്റാണ് എടുക്കുന്നത്. ഇത്രയും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ട് ലാസ്റ്റിൽ ബിയുടെ ലെഫ്റ്റ് ഉള്ള ഈ ഓപ്ഷൻ ഇ എന്നുള്ളത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്തുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അപ്പൊ ലാസ്റ്റ് ആൻസറും ശ്രദ്ധിച്ചെടുക്കുക, അവസാനത്തെ ആൻസറും ശ്രദ്ധിച്ചെടുക്കുക. ഓക്കെ. Four of the following 5 are similar in a certain way, which create a group. Which one of this is not related to this group? എന്താണ് സംഭവം? അപ്പൊ ആക്കി പറഞ്ഞാൽ ഓരോ കണ്ടുപിടിക്കാനാണ്. ഓക്കെ. ഈ കൂട്ടത്തിൽ പെടാത്ത ആളെ കണ്ടുപിടിക്കാനാണ്. അപ്പൊ ഇങ്ങനെ ഒറ്റ ലെറ്ററായിട്ട് തന്നിട്ട് ഓടുവാൻ ചോദിച്ചാൽ അവരെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? അവിടെ മിക്കവാറും കേസിൽ അവരുടെ പൊസിഷൻ നമ്പറുമായിട്ടാണ്, അത് വെച്ചിട്ടായിരിക്കും ഓടുവാൻ കിട്ടും. ചില കേസിൽ വവൽസ് ഒക്കെ വരാം. ഒരാൾ മാത്രം വവൽ വന്നിട്ട് ബാക്കി കൺസണൻസ് വരാം. അല്ലെങ്കിൽ ഒരാൾ മാത്രം കൺസണന്റ് വന്നിട്ട് ബാക്കിയെല്ലാം വവൽ വരാം. അങ്ങനെ വരാം. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരും വവൽസ് ആയിട്ടില്ല. പിന്നെ അങ്ങനെ ഒരു സാധ്യതയില്ല. പൊസിഷൻ വാല്യൂ നോക്കാം. ബിയുടെ 22, ഇസഡിന്റെ ആണെങ്കിൽ 26, എസിന്റെ ആണെങ്കിൽ 19, എക്സിന്റെ ആണെങ്കിൽ 24, ടിയുടെ ആണെങ്കിൽ 20. ഇപ്പൊ ഈ വാല്യൂസ് തമ്മിൽ എന്തെങ്കിലും ആരെങ്കിലും ഒരാൾ ഓർഡറായിട്ട് വന്ന് നോക്കി. 22, 26, 19, 27. അപ്പൊ നോക്കുമ്പോൾ എന്താ അറിയാം? ഇത് മാത്രം എന്താണ്? ഓഡ് നമ്പറാണ്. ബാക്കി എല്ലാവരും എന്താണ്? ഈവൻ നമ്പറാണ്. അപ്പൊ ആ ഒരു പ്രത്യേകത മാത്രം നമുക്ക് അവിടുന്ന് കിട്ടുന്നുള്ളൂ. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് പറയാം എസ് ആയിരിക്കും ഓഡ് വണ്ണായിട്ട്. നമ്മൾ എപ്പോഴും ഓഡ് വൺ എടുക്കുമ്പോൾ കൃത്യമായിട്ടൊരു കാരണം വേണം. ബാക്കി എല്ലാവരും ഈവൻ നമ്പറാണ്. അതുകൊണ്ട് ഇത് മാത്രമേ ഉള്ളൂ ഓഡ് നമ്പറായിട്ട് വരുന്നത്. അങ്ങനെ എടുക്കുമ്പോൾ ഓപ്ഷൻ ഡി എസ് എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബ്ലഡ് റിലേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സിംബൽസ് വന്നിട്ട് ആ റിലേഷൻ കാണിക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് ദ ഫോളോയിങ് ഷോസ് ദാറ്റ് പി ഈസ് ആർസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ. ഓക്കെ. പി ആറിന്റെ മെറ്റേണൽ ഗ്രാൻഡ് മദർ ആണെന്ന് കാണിക്കുന്ന ഓപ്ഷൻ എന്താണ്? ഓക്കെ. അപ്പൊ നമ്മളിവിടെ നോർമലി ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോരോ ഓപ്ഷൻ ഇട്ട് കൊടുത്ത് നോക്കിയാണ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ അല്ലാതെ ഇതെന്താണ് സംഭവം, എങ്ങനെയാണ് ഇത് വരേണ്ടത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആറിന്റെ മെറ്റേണൽ ഗ്രാൻഡ് മദർ എന്താണ്? അമ്മയുടെ അമ്മ. അതൊക്കെ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മെറ്റേണൽ എന്ന് പറയുമ്പം അമ്മ വഴിയുള്ള ബന്ധമാണ്. അതായത് ആറിന്റെ അമ്മ, അമ്മയുടെ അമ്മയായിട്ട് ആര് വരണം? പി വരണം. ഇതാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമുക്ക് ഫൈനലി കിട്ടേണ്ടത്. ആറിന്റെ അമ്മയുടെ അമ്മയായിട്ട് പി വരണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ മദർ എന്നുള്ള രീതിയിലുള്ള റിലേഷൻ അല്ലേ വരണ്ടേ? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഹാഷ് ഉണ്ട്, ഡോളർ സൈൻ ഉണ്ട്, പെർസെന്റേജ് ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ
അമ്മയാണെന്ന് കാണിക്കുന്ന രീതിയിലുള്ള വരണമെന്നുണ്ടെങ്കിൽ ഓക്കെ, അമ്മ എന്നുള്ള കാണിക്കുന്ന സിമ്പൽ ഏതാണ്? അറ്റാണ്. അപ്പൊ നമ്മുടെ ആ ഒരു ഓപ്ഷനകത്ത് അറ്റ് വരണം. ഓക്കെ, ഓപ്ഷനകത്ത് അറ്റ് വരുന്ന ഓപ്ഷൻസ് നോക്കി. ഇതിനകത്ത് അറ്റെന്ന് പറയുന്ന ഓപ്ഷനേ ഇല്ല, അത് ഇത് നോക്കേണ്ട കാര്യമില്ല, ഇതും നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ഇതിനകത്ത് രണ്ടിനകത്തും അറ്റുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓപ്ഷൻ സി നോക്കി, ആഷ് വന്ന എന്താണ്? ഫാദർ ആണ്. അപ്പൊ പി ഇസ് ദി ഫാദർ ഓഫ് ക്യൂ. ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഇതേ രീതിയിൽ ഇവിടെ പറഞ്ഞു നോക്കും. ഇവിടെ എ ഹാസ് ബി എന്ന് പറഞ്ഞാൽ എ ഇസ് ദ ഫാദർ ഓഫ് ക്യൂ. ഇവിടെ വരുന്നതാണ് പി ഇസ് ദ ഫാദർ ഓഫ് ക്യൂ. പി ഇസ് ദി. ഇപ്പൊ ഈ ഇത് എടുക്കുമ്പോൾ നോക്കിയേ, പി ഇസ് ദി ഫാദർ. അവിടെ വെച്ചാൽ തെറ്റായില്ലേ? പി നമുക്ക് അമ്മയായിട്ടല്ലേ കിട്ടണ്ടേ? പി ഫീമെയിൽ ആയിട്ടല്ലേ കിട്ടണ്ടേ? ഓക്കെ, ഇവിടെ ആറിന്റെ അമ്മ ആരാന്ന് നമുക്കറിയില്ല. ആറിന്റെ അമ്മയുടെ അമ്മയായിട്ടാണ്. അപ്പൊ ഫീമെയിൽ ആയിട്ടാണ് പി പറഞ്ഞത്. ഇവിടെ വെച്ച് തന്നെ പി മെയിൽ ആയി. ബാക്കി നോക്കണമെന്നില്ല. നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അടുത്ത അറ്റ് വന്ന എന്താണ്? മദർ എന്നാണ്. അപ്പൊ ക്യൂ ഇസ് ദി മദർ ഓഫ് ആർ. ഇവിടെ ഒറിജിനലി എന്താണ് വരുന്നത്? ഇത് ഓപ്ഷൻ സി വരച്ചാൽ നമുക്ക് എന്താ കിട്ടുന്നത്? ആറിന്റെ അമ്മയുടെ അച്ഛനാണെന്നാ കിട്ടുന്നത്. അതായത് മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ എന്നാ കിട്ടുന്നത്. അപ്പൊ അതല്ലല്ലോ വേണ്ടേ? അപ്പൊ അതുമല്ല, ഇതിന് കൂടുതൽ നോക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ആൻസർ വരുന്നത്. ഓക്കെ, രണ്ടും അറ്റല്ലേ നോക്കിയപ്പോ എങ്ങനെ വരും? പി ഇസ് ദി മദർ ഓഫ് ക്യൂ, ക്യൂ ഇസ് ദി മദർ ഓഫ് ആർ. ശരിയായില്ലേ? ഇത് വെച്ച് നോക്കുമ്പോൾ അറ്റെന്നുള്ള മദറാണ്. പി ഇസ് ദി മദർ ഓഫ് ക്യൂ, ക്യൂ ഇസ് ദി മദർ ഓഫ് ആർ. ക്യൂ ആറിന്റെ അമ്മ. നോക്കി, ആറിന്റെ അമ്മയുടെ അമ്മയാണ് പി. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. അപ്പൊ നിങ്ങൾ ആ ഒരു രീതിയിൽ നോക്കാം. ഇവിടെ ഈ ക്വസ്റ്റ്യൻ എളുപ്പമാണ്. ചില ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാ ഓപ്ഷനും ചെയ്ത് നോക്കിയാലേ പറയാൻ പറ്റൂ. അങ്ങനെ വരുമ്പോൾ എല്ലാ ഓപ്ഷനും ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഓപ്ഷൻ കുറച്ചുകൂടെ എളുപ്പമായിട്ട് കൊടുത്തത്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റുന്നത്. അടുത്തൊരു മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് ചെയ്യേണ്ട രീതിയൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇവിടെ ഓരോ ആൽഫബറ്റും ഓരോ സൈനെ കാണിക്കുന്നതാണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തെറ്റാതെ കറക്റ്റ് ആയിട്ട് കൊടുക്കും. 99 ഡിക്ക് പകരം ഡിവിഷൻ. ഇപ്പൊ ഡിവൈഡഡ് ബൈ 9. സി എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്, ഇൻറ്റു 11. ഡി എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് 21. ഡി എന്ന് പറഞ്ഞാൽ ഡിവിഷൻ 21. അപ്പൊ ഇത് കൊടുത്തു. ഇത് ചെയ്യുമ്പോൾ എന്താണ് ഒരു കാര്യം നോക്കണം, നമ്മുടെ റൂൾ അനുസരിച്ച് വേണം ചെയ്യാം. ബോർഡ് മാസ് എന്നുള്ള റൂൾ അറിയാമായിരിക്കും. ബ്രാക്കറ്റ്, ഓഫ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇപ്പൊ ബ്രാക്കറ്റ് ഓഫ് നമ്മുടെ അതിനകത്ത് ഇല്ല. പിന്നെ നമുക്ക് ആദ്യം വരുന്ന ഏതാണ്? ഡിവിഷൻ ആണ്. ഇപ്പൊ ഡിവിഷൻ വരുന്നത് നോക്കി, ഇവിടെയും ഡിവിഷൻ ഉണ്ട്, ഇവിടെയും ഡിവിഷൻ ഉണ്ട്. അപ്പൊ ഇത് ആദ്യം ചെയ്തേ 11 into 11 മൈനസ് ഇതിൽ പറയുമ്പോൾ എന്ത് 21/21 1. അപ്പൊ ഇനി നോക്കിയാൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്. അപ്പൊ ആദ്യം ഏതാണ് ചെയ്യേണ്ടത്? മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ 121 മൈനസ് 1 എന്ത് വരും? 120 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓപ്ഷൻ എ 120 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരും. അപ്പൊ ഈ ഒരു റൂൾ അനുസരിച്ച് ചെയ്യുക, അല്ലാതെ ഇഷ്ടമുള്ളടുത്ത് ആദ്യം ചെയ്ത് പോകരുത്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ഒരു അരിത്മെറ്റിക്കൽ ഓപ്പറേഷൻ. ഇവിടെ പക്ഷെ വ്യത്യാസം എന്താണ്? ഓരോ മാത്തമാറ്റിക്കൽ ഓപ്പറേഷന് പകരം വേറെ ഓപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ്. ഓക്കെ, അവിടെ ക്വസ്റ്റ്യൻ പറയുന്നുണ്ട് പ്ലസ് ഈസ് ഇൻറ്റു മൈനസ് ഈസ് പ്ലസ്. അങ്ങനെ ഓരോ ഓപ്പറേഷന് പകരം വേറെ ഓപ്പറേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നോക്കിയേ 6 പ്ലസ് എന്താണെന്ന് പ്ലസ് എന്തായിട്ട് മാറുന്നതാണ് പറഞ്ഞത്? ഇൻറ്റു ആയിട്ട് 6 ഇൻറ്റു. ഇനി 7 അതുപോലെ നമ്പർ ഒന്നും മാറ്റണ്ട. ഇൻറ്റു എന്താ നോക്കി? ഇൻറ്റു ഈസ് ഡിവൈഡ് 7 ഡിവൈഡഡ് ബൈ 3. മൈനസ് എന്താവും നോക്കി? മൈനസ് ഈസ് പ്ലസ് +8. ഡിവൈഡ് എന്താവും നോക്കി? ഡിവൈഡ് എന്ന് പറഞ്ഞാൽ മൈനസ് ആവും -10. ഇങ്ങനെയാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അത് കറക്റ്റ് ആയിട്ട് കൊടുക്കുക. അത് കൊടുക്കുമ്പോൾ തെറ്റിപ്പോകരുത്. കറക്റ്റ് ആയിട്ട് എല്ലാവരും പ്ലേസ് ചെയ്യുക. മൈനസ് എന്നുള്ളത് പ്ലസ്, ഡിവൈഡ് എന്നുള്ളത് മൈനസ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുത്തു. ഇനി എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഏതാണ്? ആദ്യം നമ്മുടെ റൂൾ അനുസരിച്ച് BO തരത്തില്ല. ബോർഡ് മാസത്തിനകത്ത് BO എന്തായാലും ഇല്ല. DMAS ഇതാണല്ലോ വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഡിവിഷൻ ആണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഡിവിഷൻ ആദ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ 7/3. അപ്പൊ 7/3 എന്ന് പറയുമ്പോൾ അത് എക്സാക്ട്ലി ഡിവിസിബിൾ അല്ല, ഒരു ഡെസിമൽ വരും. ഇപ്പൊ നിങ്ങൾ ആരും അതിരുന്ന് ചെയ്ത് ഡെസിമൽ കണ്ടുപിടിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നിൽക്കരുത്. ഞാൻ റൂൾ അനുസരിച്ച് ചെയ്യും, അതുകൊണ്ട് ഡിവിഷൻ ആദ്യമേ ചെയ്തിട്ട് അത് ചെയ്യൂ എന്ന് വിചാരിക്കരുത്. കാരണം 7/3 ഡിവിസിബിൾ അല്ല, നമുക്കൊരു 2 പോയിന്റ് സംതിങ് ആണ് കിട്ടുന്നത്. നിങ്ങൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഡിവിസിബിൾ അല്ല എന്ന് തോന്നുക, ഡിവിസിബിൾ അല്ലാത്ത 2 നമ്പറാണ് വരുന്നതെങ്കിൽ ചെയ്യേണ്ട കാര്യം നിങ്ങൾ അത് ബൈ ഇട്ട് നോക്കി. അതായത് 7/3 എന്ന് എഴുതുക. ഇപ്പുറത്ത് എന്തുണ്ട്? ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഇപ്പൊ ഡിവിഷന്റെ അപ്പുറത്ത് ഇപ്പുറത്തെ ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു പോസിബിലിറ്റി എന്ന് വെച്ചാൽ ഈ നമ്പർ ഇതും തമ്മിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് ക്യാൻസൽ ചെയ്യാം. അതായത് മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പർ ആണെങ്കിൽ അവരെ ക്യാൻസൽ ചെയ്ത് ചെയ്യാൻ പറ്റും. കാരണം ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. ഈ 7/3 ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് തെറ്റില്ല. അപ്പൊ ഇത് ഇങ്ങനെ എഴുതുന്നതുകൊണ്ട് അതിന്റെ ഒരു ആൻസറിനകത്ത് മാറ്റം വരത്തില്ല. അപ്പൊ നമുക്ക് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? ഈ 3 6 കൂടെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെ ഒരു സാധ്യതയുണ്ട്. അപ്പൊ ഡിവിസിബിൾ അല്ലാത്ത നമ്പർ ആണ് നിങ്ങൾ നോക്കേണ്ടത്. അതിന്റെ ലെഫ്റ്റ്, ഇപ്പൊ റൈറ്റ് വന്നാലും കുഴപ്പമില്ല, ലെഫ്റ്റിലോ അല്ലെങ്കിൽ റൈറ്റിലോ ഒരു
മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവിടെ ക്യാൻസൽ ചെയ്ത് പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കും. അപ്പൊ ഇവിടെ എന്ത് വരും? ഇത് ക്യാൻസൽ ചെയ്യുമ്പോൾ 2 വരും. അപ്പൊ ഇത് എന്താവും? 14 ആവും. അതായത് ഇത് ഇത്രയും കൂടെ ചേരുമ്പോൾ എന്തായി? 14 ആയി. ഓക്കെ, ഇനി എളുപ്പമല്ലേ? 14 + 8 - 20. 14 + 8 - 20 എന്ന് പറയുമ്പോൾ 14 + 8 22. 22 - 20 ആൻസർ ആയി 2 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ. ഓപ്ഷൻ സി 2 എന്നുള്ളതാണ്. ഈ രീതിയിൽ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡിവിസിബിൾ അല്ലാത്തവർ വന്നാൽ ഇതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒരു മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെന്ന് നോക്കുക, അതിനനുസരിച്ച് ചെയ്യുക. ഓക്കെ, അടുത്തത് മിറർ ഇമേജ് കണ്ടുപിടിക്കാനാണ്. മിറർ ഇമേജിന്റെ രീതിയൊക്കെ നിങ്ങൾ അറിയാം. അവിടെ ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ആണ് വരുന്നത്. അപ്പൊ ഇത് എല്ലാവർക്കും എളുപ്പമുള്ളതാണ്. അത് ഒരു എങ്ങനെ വരുമെന്ന് ഇമാജിൻ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. നിങ്ങൾക്ക് അറിയാവുന്ന വേറെ നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ചിട്ട് ആലോചിക്കുമ്പോൾ ഉണ്ട് ഇവിടെ ട്രയാങ്കിൾ റൈറ്റിലാണെങ്കിൽ നമ്മുടെ ആൻസറിനകത്ത് ട്രയാങ്കിൾ. അപ്പൊ എല്ലാ ഓപ്ഷനിലും ഇങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. എല്ലാ ഓപ്ഷനും ഇങ്ങനെയാണ്. ഇതിനകത്ത് ഈ ലൈനും മാറ്റമൊന്നുമില്ല, ഇങ്ങനെ തന്നെ വരും. ഇതിങ്ങനെ തന്നെ വരും. ഇനി എവിടെയാണ് നമ്മൾ ആ സെമി സർക്കിൾ നോക്കിയേ? ഈ സെമി സർക്കിൾ ഇപ്പൊ നോക്കി, ഇതിങ്ങനെ വരുമെന്ന് പറയുമ്പോൾ നമുക്ക് ആരെയൊക്കെ കട്ട് ചെയ്യാം? ഓപ്ഷൻ എയും കട്ട് ചെയ്യാം, ഓപ്ഷൻ ബിയും കട്ട് ചെയ്യാം. കാരണം അതിനകത്ത് ഈ ഒരു ലൈൻ ഡിഫറെന്റ് ആണ്. അപ്പൊ നിങ്ങളെപ്പോഴും ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നെ ചെയ്യാൻ നോക്കുക കേട്ടോ. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് തന്നെ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് തെറ്റത്തില്ല, ആൻസർ തെറ്റത്തില്ല. അപ്പം ഈ 2 ഓപ്ഷൻ നമുക്ക് ഇതിന്റെ അടിസ്ഥാനത്തിൽ കട്ട് ചെയ്യാം. ഈ ഒരു പാർട്ട് വരുന്ന ആ ഒരു രീതി നോക്കിയിട്ട് എയും ബിയും അല്ല എന്ന് പറയാം. കാരണം ക്വസ്റ്റ്യൻ ഉള്ള പോലല്ല അത് വന്നേക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഇമേജ് പറയുന്നത്. അപ്പൊ ഇനി സിയും ഡിയും ഉണ്ട്. ഇനി അതിലാരാണ് നോക്കിയതാണ്? ഈ ഒരു സെമി സർക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ മിറർ ഇമേജ് എങ്ങനെ വരും? ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഇമേജിന് മാറ്റം കാണത്തില്ല. മനസ്സിലായോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഇത് നമ്മൾ കണ്ണാടി നോക്കുമ്പോൾ ഇതിങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ആ ഒബ്ജക്റ്റ് തന്നെയാണ് ഇമേജ് ആയിട്ട് വരുന്നത്. അതായത് ഇതുപോലെ തന്നെ നമുക്ക് ഇമേജിനകത്തും കാണണം. നോക്കി ഓപ്ഷൻ ഡിയിൽ ഇതുപോലാണോ? തിരിഞ്ഞു പോയില്ലേ? ഇത് തെറ്റാണ്, സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിലാണ് ഇവിടെ ഈ ഒരു ലൈൻ ഇത് കമ്പയർ ചെയ്ത് എടുക്കാം. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്ത് എടുക്കാം. അങ്ങനെ നോക്കുമ്പോഴും സി തന്നെയാണ് വരുന്നത്. അപ്പൊ കുറച്ചുകൂടെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യാം. സെമി സർക്കിൾ വെച്ച് കറക്റ്റായിട്ട് എലിമിനേറ്റ് ചെയ്യാം. സി ആണ് വരുന്നത്. ഓക്കെ, ഇത് ഇത്ര ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം. ചിലർക്ക് ഇത് ഒറ്റ നോട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നവർ കാണും. അങ്ങനെയുള്ളവർ അങ്ങനെ തന്നെ ചെയ്യാം. പാടുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ മതി. ഓക്കെ, അടുത്തൊരു ആൽഫബറ്റ് സീരീസ് ആണ്. അപ്പം ഇടയ്ക്കുള്ള ആളാണ് മിസ്സിംഗ്, ശ്രദ്ധിച്ച് ചെയ്യുക. അപ്പൊ ഇത് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് അറിയാം. നമുക്ക് ആൻസറിനകത്ത് 4 അക്ഷരമാണ് വരേണ്ടത്. ആ ആൻസറിനകത്ത് 1000 അക്ഷരം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഓരോ ടീമിന്റെയും 6 അക്ഷരങ്ങൾ എടുക്കുക. അല്ലാതെ ഇവിടെ നിങ്ങൾ നോക്കണ്ടേ ബിന്ന് സിയിലോട്ട് എങ്ങനെ പോയി, സിന്ന് ബിയിലോട്ട് എങ്ങനെ പോയി, അങ്ങനെയല്ല നോക്കണ്ടേ. എല്ലാത്തിന്റെ 1000 അക്ഷരങ്ങളെ ഒരു സീരീസ് ആയിട്ട് എടുക്കുക. അതായത് ബി, ഐ, ഇടയ്ക്കുള്ള ആള് മിസ്സിംഗ്, എസ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ആൻസറിന്റെ 1000 അക്ഷരം കിട്ടും. പിന്നെ രണ്ടാമത്തെ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എല്ലാത്തിനും രണ്ടാമത്തെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഡി ഐ എങ്ങനെയാണ് റിലേഷൻ വരുന്നത്? ഡി 4, ഐ 9, +5. അത് നമുക്ക് അറിയില്ല. അപ്പം നോർമലി വരാൻ സാധ്യത എന്താണ്? ഇതന്നെ റിപ്പീറ്റ് ചെയ്ത് വരാനാണ് സാധ്യത. അപ്പൊ നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ +5 എടുത്താൽ എന്ത് വരും നോക്കി? 9, 5, 14. 14 ആരാണ്? N ആണ്. അപ്പൊ നമുക്കിത് ശരിയാണെന്ന് ഉറപ്പിക്കാൻ പറ്റത്തില്ല. കാരണം +5, +6, +7 അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പൊ ഈ N എസിലോട്ട് നോക്കുമ്പോൾ +5 തന്നെ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ കണ്ടുപിടിച്ച് ശരിയാണ്. അപ്പൊ നോക്കി N 14, S 19. അവിടെ എന്താണ്? +5 എന്നാണ്. അപ്പൊ നമുക്ക് ഉറപ്പിക്കാൻ എന്താണ്? എല്ലാം +5 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പൊ 1000 അക്ഷരം ഏതാണ്? N ആണ്. ഇനി നിങ്ങൾ ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഓപ്ഷൻ എയും വരത്തില്ല, ഓപ്ഷൻ ബിയും വരത്തില്ല. കാരണം അവർ രണ്ടുപേരെ സ്റ്റാർട്ടിങ് M ആണ്. ഇനി N സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഓപ്ഷൻ ഉണ്ടല്ലോ, ഇവരെ തന്നെ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് അടുത്ത 2 അക്ഷരം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാരണം രണ്ടിനകത്തും ഇവിടെ M ആണ്, ഇവിടെ L ആണ്. നിങ്ങൾ ആദ്യം ഇനി കണ്ടുപിടിച്ച് സമയം കളയണ്ട. ഇനി എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് അക്ഷരം നോക്കിയാൽ K ആണോ J ആണോ നോക്കിയാൽ മതി. അപ്പൊ K ആണോ J ആണോ ലാസ്റ്റ് അക്ഷരം എന്നറിയാൻ ചെയ്യാം. എല്ലാത്തിന്റെ ലാസ്റ്റ് ലെറ്റർ എടുക്കാം. A, F, മിസ്സിംഗ് ആയിട്ടുള്ള ആള് P. A, F എന്ന് പറയുമ്പോൾ A1, F 6. അപ്പൊ +5. അപ്പൊ ഇവിടെയും +5 തന്നെ വരും. അങ്ങനെയാണ് സാധ്യത. അപ്പൊ നോക്കി 6, 5, 11 ആരാണ്? K ആണ്. ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കെയും ബിയും തമ്മിൽ നോക്കിയാൽ K 11, P 16. അവിടെ 5 കൂടുമല്ലേ? അപ്പൊ ഉറപ്പിക്കാം +5 തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. അപ്പൊ ലാസ്റ്റ് വരേണ്ടത് K ആണ്. ഈ 2 ഓപ്ഷനിൽ K ലാസ്റ്റ് വരുന്നത് ഓപ്ഷൻ സിയിലാണ്. ഇപ്പൊ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഓപ്ഷനോട് ബേസ് ചെയ്ത് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അവിടെ ഒരു ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തൊരു മിസ്സിംഗ് നമ്പർ ആയിട്ടുള്ള ബോക്സ് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കി ഇവിടെ ഈ 3 നമ്പറുകൾ തമ്മിലൊരു ബന്ധമുണ്ട്. അത് കണ്ടുപിടിക്കാന്നുള്ളതാണ്. ആ ബന്ധം എങ്ങനെ വരുമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ മിസ്സിംഗ് ആയിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാം. അപ്പൊ ഈ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ നമ്പേഴ്സ് മൾട്ടിപ്പിൾ ടേബിൾസ് നല്ലതായിട്ട് അറിയണം.
ഇവിടെ സ്ക്വയർ ബേസ്ഡ് അല്ല, സ്ക്വയർ നമ്പേഴ്സ് വരുന്ന കേസുണ്ട്. സ്ക്വയർ നമ്പർ, ക്യൂബ് നമ്പർ, ഇതെല്ലാം കൃത്യമായിട്ട് നമ്മൾ അവിടെ മാത്സിനകത്ത് മാത്രമല്ല റീസണിങ്ങിനകത്തും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾ ടേബിളൊക്കെ നന്നായിട്ട് പഠിക്കുക. നമുക്ക് ഇവിടെ എങ്ങനെ കണക്ട് ചെയ്യാം? 84, 14, 12 ഇവരെ 3 പേരെ തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു റിലേഷൻ ആണ്. അപ്പൊ നമുക്കിവിടെ ഈ നമ്പറാണ് മിസ്സിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതിലോട്ട് എത്തുന്ന രീതിയിൽ കണക്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഓക്കെ, നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഇപ്പൊ 12ന്റെയും 14ന്റെയും ടേബിൾ കാണാതെ പഠിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ ചിന്തിക്കാൻ പറ്റും. 12 × 7 54 ആണ്. അതേപോലെ തന്നെ 14 × 6 86 തന്നെയാണ്. നമുക്കിവിടെ ഇങ്ങനെ ഡൗട്ട് വന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 12ആയിട്ട് 84 കണക്ട് ചെയ്യുന്ന രീതി നോക്കണോ 14ആയിട്ട് കണക്ട് ചെയ്യണമെന്ന് സംശയം വരാം. അപ്പൊ നിങ്ങൾ ഇവിടെ കൂടെ നോക്കിയേ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 18നെ മൾട്ടിപ്പിൾ ആയിട്ട് 81 വരുമോ? ഇല്ല. അവിടെ 9, കാരണം ഇവിടെ ഫോളോ ചെയ്യുന്ന റിലേഷൻ തന്നെ ഇതിനകത്തും ഫോളോ ചെയ്യണം. ഇത് രണ്ടിടത്തും അത് ഓക്കെ ആണെങ്കിലാണ് നമുക്ക് അത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നോക്കി എവിടെ നോക്കിക്കഴിഞ്ഞാൽ 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് 81 വരും, പക്ഷെ 18ന്റെ ആയിട്ട് വരത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ നമ്പറുമായിട്ടാണ്, അതായത് ഇവിടെ വരുന്ന നമ്പറുമായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന രീതി എടുക്കുക. അതായത് 12 × 7 തന്നെ എടുത്താൽ മതി. ഇനി അതുമായിട്ട് 14 എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കി? 12 × 7 ആണ് 84. ഈ 7ഉം 14 നമുക്ക് വരുന്നുണ്ടോ? 7ന്റെ ഇരട്ടിയല്ലേ 14. ഓക്കെ, ഇനി ഇവിടെ അങ്ങനെ വരുന്നുണ്ടോ? 9 81 എങ്ങനെ കണക്ട് ചെയ്യാം? 9 × 9 ആണ് 81. ഓക്കെ, അപ്പൊ ഈ 9ന്റെ ഇരട്ടിയല്ലേ ഈ 18 കിടക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമുക്കിത് കുറച്ച് എളുപ്പത്തിൽ എങ്ങനെ പറയാം? കുറച്ച് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം. ഈ നമ്പർ 84, ഈ 84നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ആ കിട്ടുന്ന ആൻസറിന്റെ ഇരട്ടിയാണ് ഇവിടെ വരുന്ന നമ്പർ. അപ്പം ഇത് 2-3 രീതിയിൽ പറയാം. ഞാൻ ഇങ്ങനെ പറഞ്ഞതിന്റെ ഉപദേശം വേറെ ഒന്നുമല്ല. ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഡയറക്റ്റ് ഇതിലോട്ട് ആൻസറിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കണക്ട് ചെയ്തത്. അപ്പൊ ഇവിടെ അങ്ങനെ വരുന്നുണ്ടല്ലോ, 81നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ കിട്ടുന്ന ആൻസറിന്റെ ഇരട്ടിയാണ് പറയുന്നത്. നമുക്ക് അത് ഡയറക്റ്റ് മിസ്സിംഗ് നമ്പർ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഇത് വേറെ രീതിയിൽ പറയാം. വേറെ രീതിയിൽ പറയാൻ എങ്ങനെ പറയാം? ഈ 12 × ഇവിടെ വരുന്ന നമ്പറിന്റെ പകുതി, 14ന്റെ പകുതി, അതെടുക്കുമ്പോൾ ആ കിട്ടുന്ന ആൻസർ എത്ര വരും? 7. അതുമായിട്ട് ഇൻഡ് ചെയ്യുമ്പോഴാണ് 87. ഇങ്ങനെയും പറയാം. ഈ റിലേഷൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും പറഞ്ഞത്. ഇവിടെ പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? 9 × ഈ 18ന്റെ പകുതി, അതാണ് എന്ത്? 81. ഇത് രണ്ടും ഒരേ കാര്യം തന്നെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും പറയുന്നതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അതിനാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. 88 ഡിവൈഡഡ് ബൈ 11. ഓക്കെ, അപ്പൊ എത്ര വരും? 8 വരും. അതിന്റെ ഇരട്ടിയാണ് നമ്മുടെ ആൻസർ. എത്രയാണ്? 16 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരും. ക്ലിയർ ആയ? അപ്പൊ ഒരു കണക്ഷൻ കണ്ടുപിടിക്കുക. അപ്പൊ അതിനനുസരിച്ച് അത് രണ്ടാമത്തെ, നമുക്കിപ്പോ 2 എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ 2 എക്സാമ്പിളിൽ അത് ഫോളോ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിച്ചാൽ അത് തെറ്റായിരിക്കും. അപ്പൊ 2 എക്സാമ്പിളിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം അത് തന്നെയാണ് ആ ബന്ധം ഉറപ്പിച്ച് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനെ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ടേബിൾസ് ഒക്കെ നല്ലതായിട്ട് അറിയണം. ഓക്കെ, ടേബിള് 11 മുതൽ 20 വരെയുള്ള നമ്പറിന്റെ ടേബിൾ നിങ്ങൾ കാണാതെ പഠിക്കുക. അത് നമുക്ക് ഒത്തിരിയും പ്രയോജനം ചെയ്യും. മാത്സിനും റീസണിങ്ങിനും നമുക്ക് പ്രയോജനം ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടില്ലാത്തവരാണ് പഠിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വീണ്ടും ഒരു മിസ്സിംഗ് നമ്പർ ആയിട്ടോ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വിച്ച് ഈസ് ദ ബെസ്റ്റ് സൂട്ടഡ് ടു ബി? ഇവിടെ ബി എന്നുണ്ട്. ബി പ്ലേസ് ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഗിവൻ ഫിഗർ. നോക്കി എന്തായിരിക്കും? ഇതാണ് മിസ്സിംഗ് ആയിട്ടുള്ള, ഇവിടെയാണ് മിസ്സിംഗ് ആയിട്ടുള്ള. അപ്പൊ ഇവിടെ 2 രീതി വരാം. ഇങ്ങനെ റിലേഷൻ വരാം, അതേപോലെ ഇങ്ങനെ വരാം. അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. നമ്മൾ 2 രീതിയിൽ നോക്കാം. അതായത് ഇങ്ങനെ 4, 3, 1 റിലേഷൻ വരാം, 3, 6, 8 അങ്ങനെ വരാം. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 4ന് 3 കുറച്ചാൽ 1 വരും. പക്ഷെ അത് എല്ലായിടത്തും ഫോളോ ആവണം. ഇവിടെ 3, 6, 3ന് 6 കുറച്ചാൽ 8 അല്ല. അപ്പൊ അത് ഫോളോ ആവുന്നില്ല. 2ന് 5 അവിടെയും ഫോളോ ആവുന്നില്ല. ഇനി കൂട്ടുന്ന രീതി നോക്കി അങ്ങനെ ഒന്നും വരത്തില്ല. അതായത് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് റിലേഷൻ ഒന്നും കിട്ടുന്നില്ല. ഇങ്ങനെ നോക്കുമ്പോൾ റിലേഷൻ ഒന്നും കിട്ടുന്നില്ല. നിങ്ങൾ എങ്ങനെ നോക്കാം? ഇങ്ങനെ നോക്കാം. ഇങ്ങനെ നോക്കാന്ന് പറയുമ്പോൾ 4, 3, 2, 23 ഇവരെ 4 പേരെ തമ്മിൽ, ഇപ്പൊ 4 നമ്പേഴ്സ് വരും, ഇവരെ 4 പേരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന രീതി എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കാം. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇത് നോക്കാം. ഇവിടെ അങ്ങനെ എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ നോക്കാം. അങ്ങനെ എന്തെങ്കിലും റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് ഇത് ചെയ്താൽ മതി. അതാണ് ഇതിന്റെ ചെയ്യുന്ന രീതി. ഇതാണ്. ഇത് നോക്കി എന്തെങ്കിലും റിലേഷൻ വരുമോ? ഇത് കുറച്ചും കൂടി പാടുള്ളൊരു ബന്ധമാണ്. ഞാൻ പറയാം, ഇവിടെ നമ്മൾ ആദ്യം കൂട്ടിയും അതേപോലെ മൾട്ടിപ്ലൈ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും കിട്ടത്തില്ല. അപ്പം ഇവിടെ റിലേഷൻ വരുന്നത് ഇങ്ങനെയാണ്. സ്ക്വയർ ബേസ്ഡ് ആയിട്ടാണ്. 4ന്റെ സ്ക്വയർ എടുക്കുക. ഓക്കെ, അതിന്റെ കൂടെ 3യുടെ സ്ക്വയർ കൂട്ടുക. ഓക്കെ, 4ന്റെ സ്ക്വയർ എത്രയാണ്? 16 ആണ്. 16, 9, 25. ആ 25ൽ നിന്ന് അടുത്ത നമ്പർ ഇല്ല 2, അത് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ്
23. ലാസ്റ്റ് നമ്പറായിട്ട് നമ്മുടെ 4 സ്ക്വയർ 16 16ഉം 9ഉം 25 25 2 കുറച്ച് 23 ആയില്ലേ. അപ്പൊ ഇത് ചെയ്യുമ്പോൾ 23 എന്നുള്ള ആൻസർ കിട്ടും. ഇവിടെ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കിയേ. 3ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 6ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 അതിൽ നിന്ന് 5 കുറച്ചാൽ എത്ര വരും നോക്കിയേ. 9 പ്ലസ് 36 മൈനസ് 5 9 36 45 45 5 കുറച്ചാൽ 40. അപ്പം നമ്മൾ കണ്ടുപിടിച്ച ആ ഒരു ബന്ധം കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന വെച്ചാൽ നിങ്ങൾ ഓരോ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ ആദ്യം മൾട്ടിപ്ലൈ നോക്കാം, പിന്നെ നമ്മൾ അങ്ങനെ ഒന്നും കിട്ടാതെ വരുമ്പോൾ എന്ത് ചെയ്യുക, സ്ക്വയർ വെച്ച് നോക്കുക. ഇനി സ്ക്വയറും കിട്ടുന്നില്ല അടുത്ത ക്യൂബ് വെച്ച് എന്തെങ്കിലും ബന്ധം വരുമോ നോക്കാം. അങ്ങനെ നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങൾ ആദ്യം കുറെ വട്ടം നോക്കി പെട്ടെന്ന് റിലേഷൻ ഒന്നും കിട്ടുന്നില്ല, നിങ്ങൾ ഇത് നോക്കി തന്നെ ഇരിക്കരുത്. വേറെ ക്വസ്റ്റ്യൻസ് ചെയ്യുക, ലാസ്റ്റ് സമയം ഉണ്ടെങ്കിൽ വന്ന് ഇത് ചെയ്യുക. അല്ലാതെ എക്സാമിന് കുറച്ച് പാടുള്ള മിസ്സിംഗ് നമ്പറൊക്കെ വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് 5 മിനിറ്റ് ഒന്നും അത് വെച്ച് നോക്കി ഇങ്ങനെ ഇരിക്കരുത്. ഓക്കെ, ഇവിടെ വരുമ്പോൾ സ്ക്വയർ വെച്ചിട്ടുള്ള റിലേഷൻ ആണ്. ഇനി ഇവിടെ ആൻസർ എന്നിട്ട് എന്ത് വരും? രണ്ടിടത്ത് സാറ്റിസ്ഫൈ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ കണ്ടുപിടിച്ച് ശരിയാണെന്ന് ഉറപ്പിക്കാം. 1 സ്ക്വയർ പ്ലസ് 8 സ്ക്വയർ മൈനസ് 7 ഇങ്ങനെയാണ് വരുന്നത്. 1 പ്ലസ് 64 മൈനസ് 7 58 58 എന്നുള്ളതാണ് ഫൈനൽ ആൻസർ വരുന്നത്. ഓപ്ഷൻ സി 58 ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിഗർ സീരീസ് ആണ്. അടുത്ത ഫിഗർ എന്ത് വരും? ഈ ഫിഗറിനകത്തുള്ള പാറ്റേൺ നോക്കി മനസ്സിലാക്കുക, അനുസരിച്ച് ചെയ്യുക. അപ്പൊ നോക്കി ആദ്യം പിന്നെ ഓരോ പടത്തിൽ വ്യത്യാസം വരുന്നത് എന്താണ്? ഈ ഒരു സർക്കിളിന്റെ വ്യത്യാസമാണ്. ഇവിടെ ആയിരുന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു. അപ്പൊ നമ്മുടെ ആൻസറിനകത്ത് എവിടെ വരും? ആൻസറിനകത്ത് ഇവിടെ വരുന്നത്, അതായത് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ എയിലും ഇവിടെ വരുന്നുണ്ട്, ഇവിടെ ആ സർക്കിൾ വരുന്നുണ്ട്. പക്ഷെ എന്താണ്, ഈ ഫിഗർ കംപ്ലീറ്റ് അല്ല, അതായത് ഈ ഒരു ലൈൻ അവിടെ മിസ്സിംഗ് ആണ്. ഇവിടെ ആ ലൈനുകളൊന്നും കുറയുന്നില്ല. പടം ആ മെയിൻ പടം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ, അത് സർക്കിൾ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരും. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, എന്താ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 8 friends JK, LMNO, P and Q are sitting around a circle facing the center. സർക്കുലർ സീറ്റിംഗ് ആണ്. സർക്കിൾ വരയ്ക്കുക. 8 പേര് ഇരിക്കുന്ന രീതിയിലാണ്. 8 പേരെ ഇരുത്താനുള്ള രീതിയിൽ 8 പേര് ഇരിക്കുന്ന രീതിയിലുള്ള അറേഞ്ച്മെന്റ് വരയ്ക്കുക. ഇനി എന്താണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്? J6 second to the right of P. ഞാൻ അത് ഫിക്സ് ചെയ്യാണ്. ഞാൻ P ഇവിടെ ഫിക്സ് ചെയ്തു. റൈറ്റ് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് 1 2. അപ്പൊ J ഇവിടെ വരും. J6 second to the right of P. Who is stay to the right of K? ഇവിടെ ആ who എന്ന് പറയുന്നത് പലർക്കും തെറ്റിപ്പോകുന്നതാണ്. ആരെ പറ്റിയാണ്? Jയെ പറ്റിയാണോ Pയെ പറ്റിയാണോ? അത് തെറ്റിപ്പോകരുത്. Who വരുമ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന ആളിനെ പറ്റിയാണ്. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് Pയെ പറ്റിയാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? P is stay to the right of K എന്നാണ്. അല്ല തിരിച്ച് Jയെ പറ്റിയാണെന്ന് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോകും. Pയെ പറ്റിയാണോ പറയുന്നത്? P who is stay to the right of K എന്നാണ്. P എന്ന് പറഞ്ഞാൽ കെയുടെ റൈറ്റില് 2 പേര് കഴിഞ്ഞ് മൂന്നാമതാണ് P ഇരിക്കും. ഇതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഓൾറെഡി P ഫിക്സ് ആയിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് ആരെ കൊടുക്കണം? കെ കൊടുക്കണം. അങ്ങനെയാണ് കെ ഇവിടെ വരും. ഇപ്പൊ 2 പേര് ഗ്യാപ്പിലാണ് കെ വരുന്നത്. ഇപ്പൊ 2 പേര് ഗ്യാപ്പിൽ ഇവിടെ വരുമോ അതോ ഇവിടെ വരുമോ? എവിടെയാണ് കെ വരുന്നത് ആലോചിച്ച് നോക്കുക. കെയുടെ റൈറ്റിലോട്ട് വരണം. കെയുടെ റൈറ്റിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ആയിപ്പോ. അപ്പൊ കെ വരേണ്ടത് ഇവിടെ ആണ്. കെ വരേണ്ടത് ഇവിടെ ആയാലും കെയുടെ റൈറ്റിലോട്ട് 2 പേര് കഴിഞ്ഞ് P വരും. അപ്പൊ കെ നമുക്ക് ഫിക്സ് ചെയ്യാം. അടുത്ത N is second to the left of O. എയുടെ ലെഫ്റ്റില് രണ്ടാമത് ഒരാൾ ഗ്യാപ്പിലാണ്. ഇപ്പൊ M ഓയും വന്നിട്ടില്ല, സെന്റൻസ് പോകുന്നില്ല. O who sits between P and J. O എന്ന് പറഞ്ഞാല് Pയുടെയും Jയുടെയും ഇടയ്ക്കാണ്. നമുക്ക് Pയും Jയും ഫിക്സ് ആയിട്ടുണ്ടല്ലോ. എന്താണ് Pയും Jയും ഫിക്സ് ആയി, പിന്നെ ആലോചിക്കാനുണ്ടോ? O ഇവിടെ വരും, ഉറപ്പാണ്. ഇനി എന്ത് ചെയ്യാം? ആ ഓയെ പറ്റി പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് കൊടുത്തൂടെ? ഓയുടെ ലെഫ്റ്റില് ഒരാൾ കഴിഞ്ഞു. ഓയുടെ ലെഫ്റ്റ് അങ്ങോട്ടാണ് തെറ്റിപ്പോരുത്. ഓയുടെ ലെഫ്റ്റ് ഇങ്ങോട്ടാണ് ഒരാൾ കഴിഞ്ഞു, അതായത് എങ്ങോട്ട് വരും. ഇനി അടുത്ത എന്താണ്? L is not the neighbor of K or N. എന്റെ അർത്ഥം എന്താ? L കെയുടെ നെയ്ബർ അല്ല, L എന്നിന്റെ നെയ്ബർ അല്ല. ഇനിയിപ്പം ഇത് നമുക്ക് കൊടുത്തേ പറ്റും, വേറെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇല്ല. അപ്പൊ ഇതുകൂടെ ചെയ്താൽ ഇതുമെല്ലാം നമ്മൾ കൊടുത്തു, ഇതും കൊടുത്തു, ഇതെല്ലാം കൊടുത്തു. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റോടെ കൊടുക്കാമല്ലോ. അപ്പൊ അത് കൊടുത്താലേ നമുക്ക് ഫൈനൽ ആൻസർ ആവും. അപ്പൊ നോക്കി എങ്ങനെ കൊടുക്കാൻ പറ്റും നോക്കി. L കെയുടെ നെയ്ബർ അല്ല. അപ്പൊ ഇവിടെ ആരെങ്കിലും ഒരാൾ ഫിക്സ് ആയിട്ടുണ്ടോ? കെ ഫിക്സ് ആയിട്ടുണ്ടല്ലോ. അത് വെച്ചിട്ട് നോക്കിയേ കെയുടെ അടുത്ത് L വരത്തില്ല. അപ്പൊ ഇവിടെയും വരത്തില്ല, ഇവിടെയും വരത്തില്ല. പിന്നെ എവിടെ ഉള്ളു സീറ്റ്? ഇവിടെ അല്ല ഉള്ളു. അപ്പൊ നമുക്ക് അത് വൈകാട്ട് കൊടുക്കാം. L ഇവിടെ വരും, കാരണം കെയുടെ അടുത്ത് വരത്തില്ല. അപ്പൊ ഇവിടെ വരും. ഇനി ആരും കൂടെ ഉണ്ട്, എന്നും കൂടെ ഉണ്ടല്ലോ. അപ്പൊ N എങ്ങനെ ചെയ്യാൻ പറ്റും നോക്കി. Lന്റെ നെയ്ബറായിട്ട് N വരത്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? Lന്റെ നെയ്ബർ എന്ന് പറയുമ്പോൾ ഇപ്പുറത്തെ ആളായി ഇവിടെ വരത്തില്ല. അപ്പൊ ഇവിടെ N വരത്തില്ല എന്ന് പറയുമ്പോൾ N എവിടെ വരും? ഇവിടെ അല്ല വരും.
അപ്പൊ അതും കൊടുത്തു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന അതെല്ലാം കൊടുക്കാം. ഇനി ഒരാളെ വാക്കുള്ളൂ, അതിന് പറയാത്ത ഇനി വരാത്ത ആരാണെന്ന് നോക്കിയാൽ മതി. ക്യൂ അല്ല, അപ്പൊ ക്യൂ ആണ് ഇവിടെ വരും. ഇപ്പൊ എല്ലാവരും അറിയില്ലേ? ഈ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഗ്രൂപ്പ്സ് ഹാസ് ദ ഫസ്റ്റ് പേഴ്സൺ സിറ്റിംഗ് ബിറ്റ്വീൻ ദി അതർ ടു? ഏത് ഓപ്ഷനിലാണ് ആ ഓപ്ഷനകത്തെ ആദ്യത്തെ ആള് മറ്റേ രണ്ടുപേരുടെ ഇടയിലിരിക്കുന്നത്? ക്വസ്റ്റ്യൻ എന്താണെന്ന് ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ ഈ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ആദ്യം പറഞ്ഞേക്കുന്നതാണോ ഈ ഓ പിയുടെ ജെയുടെ ഇടയിലാണോ ഇരിക്കുന്നത്? ഇതാണ് ക്വസ്റ്റ്യൻ. ഓ എന്ന് പറഞ്ഞാൽ പിയുടെ ജെയുടെ ഇടയിലാണോ ഇരിക്കുന്നത്? ആണല്ലോ. അപ്പൊ അത് തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ തന്നെയാണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബിയും സിയും ഡി ഒന്നും വരില്ല. ഇത് നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താ നോക്കണ്ടേ? എം ആദ്യം പറഞ്ഞിരിക്കുന്ന ആള് മറ്റേ രണ്ടുപേരുടെ ഇടയിലാണോ, അതായത് പിയുടെ ഓയുടെ ഇടയ്ക്കാണോ എന്നിരിക്കുന്നത്? പിയുടെ ഓയുടെ ഇടയ്ക്ക് ആളില്ലല്ലോ, ഇല്ല. അപ്പൊ അതല്ല. ഇനി സി നോക്കിയാൽ പി എന്ന് പറഞ്ഞ ജെയുടെ ഓയുടെ ഇടയ്ക്കാണോ ഇരിക്കുന്നത്? പി എന്ന് പറയുമ്പോൾ അല്ല, ജെയുടെ ഓയുടെ ഇടയ്ക്ക് ആളില്ല, അപ്പൊ അതുമല്ല. ഇനി ഓ എന്ന് പറഞ്ഞാൽ പിയുടെ എമ്മിന്റെ ഇടയ്ക്കാണോ? അതുമല്ല, പിയുടെ എമ്മിന്റെ ഇടയ്ക്ക് ആളില്ല, അപ്പൊ അതാണ് ആൻസർ വരും. അപ്പൊ ഓപ്ഷൻ ഏതെന്നാണ് ആൻസർ വരുന്നത്. അപ്പൊ ഇത് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നെ സെന്റൻസ് ആയിട്ട് കിടപ്പുണ്ട്. നിങ്ങൾ നോക്കിയിട്ടുണ്ട് ഇവിടെ തന്നെ ഓ ഹൂ സിക്സ് ബിറ്റ്വീൻ പി ആൻഡ് ജെ എന്ന് ക്വസ്റ്റിനിൽ തന്നെ കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ പറയാൻ പറ്റില്ല. ഇത് തന്നെ വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ വരാം, ഈ ഒരു അറേഞ്ച്മെന്റ് തന്നെ വെച്ചിട്ട് വേറെ ക്വസ്റ്റ്യൻ വരാം. പക്ഷെ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റിന് വേണ്ട ആൻസർ ഇവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു. ഓ സിക്സ് ബിറ്റ്വീൻ പി ആൻഡ് ജെ എന്ന് ഇവിടെ തന്നെ കിടപ്പുണ്ട്. ഓക്കെ, എപ്പോഴും അതിനകത്തുള്ള കാര്യം ചോദിക്കണം. ഇപ്പൊ വേറെ കാര്യം ചോദിച്ചിരുന്നെങ്കിൽ നമ്മളിത് ഫുൾ ചെയ്താലേ കിട്ടത്തുള്ളൂ. അപ്പം ആരാണ് കെയുടെ റൈറ്റ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ നമുക്കിത് ചെയ്താലേ കിട്ടത്തുള്ളൂ. ഓക്കെ, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ദ ബെസ്റ്റ് ടൈം ടു സ്റ്റഡി ഈസ് ഇൻ ദി മോർണിംഗ്. പഠിക്കാൻ നല്ല സമയം, ഏറ്റവും നല്ല സമയം രാവിലെയാണ്. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇത് ചെയ്യേണ്ട രീതി നിങ്ങൾക്ക് അറിയാം. സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം കറക്റ്റ് ആയിട്ട് വിചാരിക്കുക, അതനുസരിച്ച് കൺക്ലൂഷൻ ഏത് ഫോളോ ചെയ്യത്തില്ല എന്ന് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഇവിടെ നോക്കി, നോ അതർ ടൈം ഈസ് ഗുഡ് ടു സ്റ്റഡി. വേറെ ഒരു സമയം പഠിക്കാൻ നല്ലതല്ല. അത് പറയാൻ പറ്റുമോ? അത് പറയാൻ പറ്റത്തില്ല. മനസ്സിലാവും. കാരണം രാവിലെ നല്ല സമയമാണെന്ന് പറഞ്ഞു എന്ന് കരുതി വൈകുന്നേരം മോശ സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉച്ച സമയം മോശ സമയമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയാത്ത സ്ഥിതിക്ക് നമുക്കിത് ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത് തെറ്റായിട്ടുള്ള കൺക്ലൂഷൻ ആണ്. മനസ്സിലായോ? രാവിലെ നല്ലതാണെന്നേ പറഞ്ഞുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് അതിന്റെ അർത്ഥം വേറെ സമയമൊന്നും കൊള്ളത്തില്ല എന്നല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അത് തെറ്റായിട്ടുള്ള കൺക്ലൂഷൻ ആണ്. ഇനി അടുത്ത് നോക്കി, എ പേഴ്സൺ ഷുഡ് സ്റ്റഡി ഓൺലി ഇൻ ദ മോർണിംഗ്. അപ്പൊ ഇത് ഇതിന്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞാണ്, ഇങ്ങനെ കൺക്ലൂഷൻ വരുമ്പം ഓൺലി, അതേപോലെ ഓൾവേസ് അങ്ങനെയൊക്കെ വരുമ്പോൾ മിക്കവാറും കേസുകൾ എന്തായിരിക്കും? തെറ്റായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് മീനിങ് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും തെറ്റാണ്. കാരണം എന്താ, രാവിലെ മാത്രമേ ഒരാളെ പഠിക്കാവൂ അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, മനസ്സിലായി. രാവിലെ മാത്രമേ പഠിക്കാൻ നല്ല സമയം രാവിലെ ആണെന്ന് പറയുന്നത്. ഉച്ചയ്ക്ക് പഠിക്കില്ലെന്നോ വൈകിട്ട് പഠിക്കില്ലെന്നോ പറഞ്ഞില്ല. അപ്പൊ അത് ഓൺലി നമ്മൾ കണ്ടാലേ നമുക്ക് മിക്കവാറും കേസുകൾ ഫോൾസ് ആണ്. അപ്പൊ അതും തെറ്റായിട്ടാണ് വരുന്നത്. നെയ്വർ വൺ നോട്ട് ടു ഫോളോസ് എന്നുള്ളതാണ് വരുന്നത്. നമ്മുടെ ഒരു തിങ്കിങ് സ്കില്ലാണ് ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ട് കൺക്ലൂഷൻ ചെക്ക് ചെയ്യുക. അപ്പൊ ലോജിക്ക് അനുസരിച്ചാണ് പറയേണ്ടത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ രണ്ടും ഫോളോ ചെയ്യത്തില്ലെന്നാണ് വരുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് പറയാനുള്ളത്. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻ എല്ലാം എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാകുന്ന വരും. അപ്പൊ ഈ ക്വസ്റ്റ്യനകത്ത് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാകാത്തുണ്ടെങ്കിൽ അതിന്റെ വീഡിയോസ് ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം ഇനി നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക, കൂടുതൽ മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യുക. അപ്പം എല്ലാവർക്കും ഈ ആർട്ടിഫ് എക്സാം ക്രാക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.